ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് പ്രോആക്റ്റീവും റിയാക്റ്റീവുമായിട്ടുള്ള ക്യാമറകളുണ്ട്. അതായത് CCTV ക്യാമറ വയ്ക്കുമ്പോൾ രണ്ട് വിധത്തിലുള്ള ക്യാമറകളുണ്ട്. ട്രഡീഷണലി നമ്മൾ ഉപയോഗിച്ച് വരുന്ന ക്യാമറ CCTV ക്യാമറ, അതായത് റെക്കോർഡാവുന്നു. അതായത് ഒരു 5 ക്യാമറ ഉണ്ടെങ്കിൽ 5 ക്യാമറ നമുക്കൊരു 10 ദിവസം റെക്കോർഡിങ്ങിലാണെങ്കിൽ 10 ദിവസത്തേക്ക് റെക്കോർഡാവുന്നു. എല്ലാം തന്നെ ആ ക്യാമറയിൽ റെക്കോർഡാവുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു കള്ളം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുപോലെ മോഷണം നടന്നു കഴിഞ്ഞാലൊക്കെ ആ ഒരു ഇൻസിഡൻറ്റിന് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ ആ ഒരു റെക്കോർഡ് നോക്കുന്നു. ആ റെക്കോർഡ് നോക്കി അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ആരാണ് എപ്പോഴാണ് സംഭവം നടന്നിരിക്കുന്നതെന്ന് വരുന്നു. ആ ഒരു ഫുട്ടേജ് നമ്മൾ ആ ഒരു DVR നിന്ന് എടുക്കുന്നു. ആ DVR നിന്ന് എടുത്തിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് അതിന് ഉപകരിക്കുന്നത് അവിടത്തേക്ക് നമ്മളത് യൂസ് ചെയ്യുന്നു. ഇതാണ് ഒരു റിയാക്റ്റീവ് എന്ന് വെച്ചാൽ അതൊരു സംഭവം നടന്നിട്ട് നമ്മളൊരു റിയാക്ഷൻ എടുക്കുകയാണ്, ഒരു ആക്ഷൻ അവിടെ എടുക്കുകയാണ്. ഇതാണ് നോർമലി നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നോർമലി ആൾക്കാർക്ക് അറിയാവുന്നതൊക്കെ ആ ഒരു ക്യാമറ സിസ്റ്റമാണ്. അതായത് എന്തെങ്കിലും നടന്നതിന് ശേഷമാണ് നമ്മളവിടെ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ക്യാമറകളുടെ ആ ഒരു സമയം കഴിഞ്ഞു. അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഇനിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AI യുഗമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം AI ടെക്നോളജിയുടെ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ തന്നെ നമുക്കത് അറിയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വൈഫൈ ക്യാമറകളിലൊക്കെ ഒട്ടുമിക്ക എല്ലാത്തിലും തന്നെയുണ്ട് ആ ഒരു ഇൻസിഡൻറ്റ്. അതായത് ആ ഒരു ലൊക്കേഷൻ നമുക്ക് ട്രേസ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം വരുന്ന ആൾക്കാർ, അതായത് ആ ഒരു ഏരിയ ക്രോസ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കിവിടെ ഈ ഒരു ക്യാമറ നമുക്കൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ മൊബൈലിലോട്ട് അയക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മെയിലിലോട്ട് അയക്കുന്നു. ഇതാൾ ക്രോസ് ചെയ്തിട്ടുണ്ട്, ഒരു മെയിലിലോട്ട് വരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു പർട്ടിക്കുലർ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 2 മണിയോടെ, ഇപ്പോൾ ഞാനിപ്പോൾ വീട്ടിലൊക്കെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിയോടെ ഒരു 5 മണി വരെ, അല്ലെങ്കിൽ ആ ഒരു രാത്രി 12 മണിയോടെ ഒരു 6 മണി വരെ, ആ ഒരു നൈറ്റ് ടൈമിൽ, ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇതിനും ഉള്ളിലോട്ട്, ആ ഒരു ടെറിട്ടറിക്ക് ഉള്ളിലോട്ട് ഏതെങ്കിലും ഒരു സ്ട്രെസ് പാസിങ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ആരെങ്കിലും ഒരാൾ വന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അത് എന്ത് ചെയ്യും? അലാറം അടിക്കും. അലാറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസർ നല്ല ഒച്ചത്തിൽ, ഒരു ആംബുലൻസ് സൗണ്ടൊക്കെ പോലത്തെ എന്നുള്ള ആ ഒരു സൗണ്ട് നല്ല അലാറം അടിച്ച് നല്ല ശബ്ദത്തിൽ അടിക്കുകയും, അപ്പോൾ ആൾക്കാരെ പെട്ടെന്ന് ആ ഒരു കള്ളനത് കാണുമ്പോഴേക്കും ആ ഒരു ഞെട്ടി, അല്ലെങ്കിൽ ആ ഒരു കണ്ട് നമ്മളപ്പോൾ തന്നെ എന്താണ് ആ ഒരു കള്ളൻ അവിടെ നിന്ന് പോകും. അത് നോർമലി എന്തായാലും ആ ഒരു ഒച്ച ഉണ്ടാകുമ്പോൾ, അത്ര നല്ല ഒച്ച ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കുമല്ലോ. എന്തായാലും ബാക്കിയുള്ള ആൾക്കാർ എഴുന്നേൽക്കുകയും ചെയ്യും, നോക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് തന്നെ ലൈറ്റും വരും, ബസറും വരും. അപ്പോൾ ഇത്തരം ക്യാമറകളൊക്കെയാണ് AI ക്യാമറകൾ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടോപ്പ് ക്യാമറകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ക്യാമറകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നമ്മൾ ട്രഡീഷണലുള്ള പോലത്തെ ആ ഒരു നോർമൽ ക്യാമറകളിനേക്കാളും ഉപകാരമാണ് ഇത്തരത്തിൽ ക്യാമറ. കാരണം ഇത്തരത്തിൽ ക്യാമറയിലും ഈ പറഞ്ഞ സ്റ്റോറേജും ഉണ്ടാവും, എല്ലാം തന്നെ എല്ലാ ഫെസിലിറ്റിയും ഈ പറഞ്ഞ ക്യാമറയിലും ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ വരുന്ന, അതിപ്പോൾ നോർമലി ഇപ്പോൾ വരുന്ന വൈഫൈ ക്യാമറകളിലൊക്കെ ഒട്ടുമിക്കതിലും ഈ ഒരു ഫംഗ്ഷൻസ് ഉണ്ട്. ബസർ ഫംഗ്ഷൻ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയ ക്യാമറകളിലൊക്കെ ബസർ ഫംഗ്ഷൻ ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഫംഗ്ഷൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അതല്ലാതെ നോർമലി വരുന്ന വൈഫൈ ക്യാമറ അല്ലാത്ത ക്യാമറയിലും ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫംഗ്ഷൻസും വരുന്നുണ്ട്. അക്യൂസൻസ് ഫംഗ്ഷൻസൊക്കെ, ഇത്തരം അലാറം ഫംഗ്ഷൻസ്, ഇൻട്രൂഷൻ അലാറം ഫംഗ്ഷൻസ്, അങ്ങനെയുള്ള ഫംഗ്ഷൻസൊക്കെ അതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയൊരു ക്യാമറ വാങ്ങിക്കുമ്പോൾ, നിങ്ങൾ കസ്റ്റമറാണ്, ഇനിയൊരു ക്യാമറ സെക്ഷൻ വാങ്ങിക്കുമ്പോൾ ഇത് ചോദിച്ചു വാങ്ങുക. അതായത് ആ ഒരു കസ്റ്റമറിൻ്റെ ഒരു സംസാരിക്കുന്ന ആ ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് ചോദിക്കുക, ഇത്തരത്തിലുള്ള ഫെസിലിറ്റി ഉണ്ടോ, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫെസിലിറ്റി, അതുപോലെ തന്നെ ഒരു അലാറം ഫെസിലിറ്റി, ബസർ ഫെസിലിറ്റി, ഇതൊക്കെയുള്ള ക്യാമറകൾ നോക്കി വാങ്ങുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കഴിഞ്ഞ ന്യൂസിലൊക്കെ കണ്ട പോലെ ആ ഒരു അലാറം അടിക്കുകയും, ഇപ്പോൾ വിദേശത്തുള്ള ആൾ കണ്ടു മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഫോൺ വിളിച്ച് അടുത്ത് വീട്ടുകാരോട് പറഞ്ഞ് അവരോടി വന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വരണമെങ്കിലും ആ ഒരു പ്രൊയാക്റ്റീവ് ക്യാമറകളായിരിക്കണം. അതായത് നേരത്തെ ആക്റ്റീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, ആ ഒരു ത്രഫ്റ്റോ അല്ലെങ്കിൽ എന്താണോ അവിടെ നടക്കുന്ന ഒരു മോശപ്പെട്ട കാര്യം, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളായിരിക്കണം ഇനി നമ്മൾ മുമ്പോട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രൊയാക്റ്റീവ് അല്ലെങ്കിൽ റിയാക്റ്റീവ് ക്യാമറകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പ്രൊയാക്റ്റീവ് ക്യാമറകൾ കഴിവതും നമ്മൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.